ഡിയേഴ്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജിന് സാരി എടുക്കാനുള്ള ഓട്ടപ്പാച്ചിൽ ഞാൻ ഫസ്റ്റ് എത്തിയത് ശോഭയിലാണ് കേട്ടോ. ശോഭയിൽ ഞാൻ കയറിയ പോലെ തന്നെ ഇറങ്ങി, എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. നേരെ ഞാൻ വെച്ച് പിടിച്ച സെഞ്ചുറിയിലോട്ടാണ് കേട്ടോ. സെഞ്ചുറി ഇപ്പം നമ്മുടെ പുതുതായിട്ട് അവരൊന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി, അവിടെ ജസ്റ്റ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓരോ സെഷനിലായിരുന്നു. ഞാൻ അങ്ങനെ ഫോർത്ത് ഫ്ലോറിലായിരുന്നു സാരിയുടെ സെഷൻ. അപ്പോൾ അതേ ഫോർത്ത് ഫ്ലോറിലെത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സീനായിരുന്നു. എനിക്ക് അവിടെ ടേബിളിൽ നിറയെ എല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇനി ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ വലിച്ചു വാരിയിടാനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിന്ന് ഒരു ഗ്രീനും റെഡും കോമ്പോയുള്ള ഒരു സാരി എടുത്തിട്ട് ഞാൻ ആ ചേച്ചി ഒരു ട്രയൽ ചെയ്യിപ്പിച്ച് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിങ്ങനെ വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇത് കോമൺ കളറാണെന്നുള്ള ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. എനിക്ക് ഈ കോമൺ കളേഴ്സ് ഒന്നും ഇഷ്ടമാവില്ല. പക്ഷേങ്കിൽ ശരിക്കും എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് സൂട്ടായിട്ടുള്ള കളറാണ് ശരിക്കും എടുക്കേണ്ടത്. അതിൽ കോമൺ ആണോ അല്ലേ എന്നുള്ളത് പ്രസക്തിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. അത് വിചാരിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാം. പക്ഷേ എടുത്തിട്ട് അവിടെ എത്തുമ്പോൾ എൻ്റെ ഈ പ്രസക്തി ഇല്ലായ്മയൊക്കെ തിരിച്ചു പോകും. എവിടെയോ പോയിട്ട് ഞാൻ പിന്നെയും കോമൺ കളർ ആ ഒരു അവസ്ഥയിൽ തന്നെ എത്തും കേട്ടോ. അപ്പോൾ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇതൊന്ന് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് നോക്കി വെക്കാം, വേറെ ഉണ്ടാവുമല്ലോ, എന്നിട്ട് നമുക്ക് നോക്കി വെക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ആ എൻഡിലത്തെ ആ ലേസ് കാണുമ്പോൾ പിന്നെ എനിക്കൊരു പഴയതുപോലെ തോന്നി. ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ പിന്നെയും ആ വരിച്ച് വാരിട്ട സ്ഥലത്ത് കൂടെ ഒന്നുകൂടെ കൈ ഓടിച്ച് നോക്കി എന്തെങ്കിലുമൊക്കെ തടയൂ എന്നുള്ളത്. കുറേ ഞാൻ നോക്കി. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നു, അപ്പുറത്തുനിന്ന് ആ ചേച്ചി മടക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടല്ലോ കേട്ടോ. എനിക്കൊന്നും ഞാൻ ആകെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. മൊത്തം ആ ടേബിളിലുണ്ടായിരുന്നു. ഷെൽഫിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചി എനിക്ക് വേറെയും സാരികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തോന്ന് അറിയില്ല, ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു ബ്ലൂ കണ്ടു കേട്ടോ എൻ്റെ കണ്ണിൽ. അപ്പോൾ അതെടുത്ത് അതൊന്ന് മീൻസ് ട്രയൽ ചെയ്യിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്തു. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതും എനിക്കൊരു കോമൺ ആയിട്ട് തോന്നി. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അമ്മയും ഏച്ചിയും എല്ലാവരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അലമാരി തുറന്നു കഴിഞ്ഞാൽ മിനിമം ഒരാൾക്ക് രണ്ടെങ്കിലും ഈ കളർ കോമ്പിനേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു കോംബോ ആണത്. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞു. ശേഷം ഞാനത് വേറൊന്നെടുത്ത് ഇങ്ങനെ വെറുതെ വെച്ച് നോക്കി. അതിനുശേഷം എൻ്റെ മുന്നിലത്തെ ടേബിളിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. പിന്നെ ഞാനത് വേറൊരു സാരി എടുത്ത്, ഇതൊരു ഫാൻസി ടൈപ്പ്. ശരിക്കും അതിൻ്റെ കളർ ഇതാണ് കേട്ടോ. കളർ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കസവില്ല എന്നുള്ളൊരു പ്രശ്നത്തോടെ ഞാൻ ഇതിനെയും ഒന്ന് മാറ്റി വെക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനിത് ഒരു യെല്ലോ എടുത്ത് നോക്കി. യെല്ലോന് പിന്നെ കുറേ വലിയ കസവൊക്കെ ഉണ്ടായിരുന്നു. ഒരു റെഡ് കോംബോ ആണ് വരുന്നത്. തൊട്ടടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സെയിം കളർ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ പോലെ ഞാൻ വെറുതെ വിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ നോക്കി വെച്ചാലൊന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏതായിരിക്കും കൂടുതൽ മാച്ച് ആയിട്ടുണ്ടാവും, ഏതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ബൈ.